അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ അസ്ലം മുഹൂർത്തത്തിൽ ഖുർആനിന്റെ അമാനുഷികത എന്ന അതിബലവും സത്യവുമായ ഖുർആനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമഗ്രമായിട്ടുള്ളത്. നിരവധി ആശയദർശനങ്ങൾ വിഭാവനം ചെയ്തു. ഒട്ടനവധി ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും ഇന്ന് ഈ ലോകത്ത് ഇറക്കിയുണ്ടായി. എന്നാൽ പരിശുദ്ധ ഖുർആൻ മാനസിക സങ്കല്പത്തിനായും ദൈവിക വചനവുമായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. കാലങ്ങളിലൂടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അവയെല്ലാം മനുഷ്യന്റെ നികൃഷ്ടമായ കൈക്കുട്ടികൾ കൊണ്ടാണ് കഥാപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കാര്യങ്ങൾ ദുനിയാവിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എനിക്ക് വായനക്കാൻ അറിയില്ല. വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ എന്നിങ്ങനെയാണ് ഖുർആൻ രൂപപ്പെട്ടെടുത്തത്. അള്ളാഹുവിന്റെ ഫضല് അത് ഖുർആനാണ്. അന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമായി അറബി ലോകത്ത് ഖുർആന്റെ ശരീർ ഖുർആൻ ഇറക്കപ്പെട്ടപ്പോൾ അറബിക സാഹിത്യശേരിയിൽ കേട്ട് കഴിവില്ലാത്ത അറബികൾ പോലും അത് വിശ്വസിച്ച് ഇസ്ലാമിലേക്ക് വന്നവരാണ്. അതിൽ ഒരാളാണ് ധീരനായ ധീരൻ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മറ്റൊന്ന്